ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എപ്സന്റെ L3210 ഓൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്റർ വന്നിട്ടുണ്ട്. ഇതിൽ എററാണ് കാണിക്കുന്നത്, കണ്ടാൽ മനസ്സിലാവും. ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ പ്രിന്ററിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോയി അവിടെ നിന്ന് പ്രിന്റിംഗ് പ്രിഫറൻസസ് എടുക്കുക. അവിടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് മോണിറ്റർ അറിയാൻ പറ്റും. ഇതിൽ എറർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സർവീസ് റിക്വയർഡ് എ പ്രിന്റർ ഇങ്ക് ടാങ്ക് അറ്റ് എൻഡ് ഓഫ് സർവീസ് ലൈഫ്, പ്ലീസ് കോൺടാക്ട് എപ്സൺ സപ്പോർട്ട്. ഇത് നമുക്ക് EEPROM റീസെറ്റിംഗ് ആണ് ഈ ചെയ്യേണ്ടത്. നമുക്കതിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ EEPROM റീസെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിനുള്ളിൽ കിടക്കുന്ന ഇങ്ക് പാഡ് മാറ്റിയിട്ട് ശരിക്ക് നമ്മൾ EEPROM റീസെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ EEPROM റീസെറ്റിങ്ങിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ മോഡൽ നെയിം L3210 സെലക്ട് ചെയ്തു. അതിനുശേഷം പർട്ടിക്കുലർ അഡ്ജസ്റ്റ്മെൻറ്റ് മോഡിലേക്ക് പോയി അവിടെ വേസ്റ്റ് ഇങ്ക് പാഡ് കൗണ്ടർ ഇവിടെ 3 സെലക്ട് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ അറിയാൻ വേണ്ടിയിട്ട്. ഇതിലിവിടെ ഓൾറെഡി കറണ്ട് വാല്യൂ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ റീസെറ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്ന് പവർ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ദി വേസ്റ്റ് ഇങ്ക് പാഡ് കൗണ്ടർ ഹാസ് ബീൻ ഇനീഷ്യലൈസ്ഡ് പ്രോപ്പർലി. ഓക്കെ, ഫിനിഷായി. ഇനി നമുക്ക് നോർമലായി. ഇനി നമുക്ക് ഒരു പ്രിന്റ് കൊടുത്തു നോക്കാം. നമ്മളൊരു പ്രിന്റ് കൊടുക്കാൻ പോവുകയാണ്. പ്രിന്റ് ഔട്ട് ഓക്കെ ആണ് കേട്ടോ.